നോർക്കയ്ക്ക് കീഴിൽ പ്രവാസി വനിതാ സെല്ലിന് രൂപം നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. NRI ബാങ്കിന്റെ സാധ്യതയും സജീവമായി പരിഗണിക്കും. ലോക കേരള സഭയുടെ പ്രഥമ പശ്ചിമേഷ്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രവാസി ക്ഷേമവുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായ നിരവധി നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. പ്രവാസി വനിതാ സെൽ, പ്രവാസി ബിസിനസ് സൗകര്യ കേന്ദ്രം എന്നീ നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. നടപ്പിലാക്കാൻ കഴിയുന്നവയെന്ന രീതിയിൽ 10 ശുപാർശകളെ വിലയിരുത്തിയിട്ടുമുണ്ട്. NRI ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയെ ഒരു മാതൃ കമ്പനിയായി രൂപീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം നോർക്ക റൂട്ട്സിൽ വനിതാ NRI സെൽ രൂപീകരിക്കുവാൻ തീരുമാനിച്ച വിവരവും അറിയിക്കട്ടെ. 5 ലക്ഷം രൂപ മുതൽ നിക്ഷേപിക്കുന്ന പ്രവാസികൾക്ക് നിശ്ചിത തുക മാസം തോറും ലഭ്യമാക്കുന്ന പ്രവാസി ഡിവിഡൻഡ് പദ്ധതി ഉടൻ തന്നെ നടപ്പാക്കും. കിഫ്ബിയിൽ തുക നിക്ഷേപിച്ച് പലിശ പെൻഷൻ സ്വഭാവത്തിൽ നൽകുന്നതാണ് ഈ പദ്ധതി. പ്രവാസി സഹോദരങ്ങളുടെ ചെറിയ നിക്ഷേപം ഇത്തരം കമ്പനികളുടെ വലിയ നിക്ഷേപമായി മാറും. കൃത്യമായ മേൽനോട്ടത്തോടെ, സർക്കാരിൻ്റെ കൂടി ഗ്യാരണ്ടിയോടെ അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ നിക്ഷേപത്തിന് നല്ല ഭദ്രതയും ലഭിക്കും. പ്രവാസി ചിട്ടി ഈ മാസം തന്നെ UAEക്ക് പുറത്ത് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കൂടി ദീർഘിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വെളിപ്പെടുത്തി. ഉദ്ഘാടന ചടങ്ങിൽ മുൻമന്ത്രി KC ജോസഫ്, UAEയിലെ ഇന്ത്യൻ സ്ഥാനപതി നവദീപ് സിംഗ് സൂരി, വ്യവസായ പ്രമുഖരായ MA യൂസഫ് അലി, ഡോക്ടർ ആസാദ് മൂപ്പൻ, രവി പിള്ള, സംഷീർ വയലിൽ തുടങ്ങിയവരും സംബന്ധിച്ചു. മീഡിയ 1 ദുബൈ. കൂടുതൽ വിശദാംശങ്ങളുമായി ഷാർജയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി MC നാസർ ചേരുന്നുണ്ട്. MC നാസർ, ലോക കേരള സഭയുടെ പശ്ചിമേഷ്യൻ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നു. നാളെയാണ് സമ്മേളനം സമാപിക്കുന്നത്. സമ്മേളനത്തെ പൊതുവെ നോക്കിക്കാണുമ്പോൾ എത്രത്തോളം ഗുണകരമായിരിക്കും പ്രവാസികൾക്ക് ഈ സമ്മേളനം കൈവരുത്തുക? ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രഖ്യാപനങ്ങൾ ഏതു തരത്തിലാണ് പ്രവാസികളെല്ലാവരും ഉറ്റുനോക്കുന്നത്? ഷബീർ, ഞാനിപ്പോൾ ഉള്ളത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊതുസമ്മേളനത്തെ മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്യുകയാണ്. ദുബൈ ഇത്തിസാലാത്ത് അക്കാദമിയിലാണ് ഈ പൊതുസമ്മേളനം നടക്കുന്നത്. ഏതാണ്ട് വലിയ ഒരു തോതിലുള്ള ഒരു ജനപങ്കാളിത്തമാണ് മുഖ്യമന്ത്രിയെ കേൾക്കാൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. ഏതാണ്ട് വൈകിട്ട് ഒരു 6 മണിയോടുകൂടി തന്നെ ഈ ജനക്കൂട്ടം ഇവിടെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അവിചാരിതമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം മുഖ്യമന്ത്രി ഇവിടെ പ്രസംഗം ആരംഭിച്ചിരിക്കുന്നത് അരമണിക്കൂർ മുമ്പ് മാത്രമാണ്. അതും നമുക്കറിയാൻ സാധിക്കും, UAEയുടെ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അദ്ദേഹം കേരളം സന്ദർശിക്കാൻ മുഖ്യമന്ത്രിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ വർഷം തന്നെ അദ്ദേഹം കേരളത്തിൽ എത്തുമെന്നാണ് അല്പം മുമ്പ് ഈ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുമാത്രമല്ല, മലയാളി സമൂഹം എല്ലാ അർത്ഥത്തിലും UAEയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുറം മണ്ണിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങളുടെ അതിന്റെ കൂടി തെളിവായിട്ടാണ് തനിക്ക് ഈ ഒരു ആതിഥ്യം ലഭിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, കേരളം സന്ദർശിക്കാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് തയ്യാറായിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണെന്ന് കൂടി മുഖ്യമന്ത്രി ഇവിടെ വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം പ്രളയത്തിന്റെ കെടുതിയെക്കുറിച്ചും അതിന്റെ വ്യാപ്തിയെക്കുറിച്ചും അതിനെ മറികടക്കാൻ കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന നീക്കങ്ങളെക്കുറിച്ചുമാണ് ഇപ്പോൾ പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഒരു ജനക്കൂട്ടം അദ്ദേഹത്തെ കേൾക്കാൻ എത്തിയിട്ടുണ്ട്. നാളെയാണ് ലോക കേരള സഭയുടെ സമാപന ചടങ്ങ് നടക്കേണ്ടത്. രാവിലെ മുതൽ തന്നെ വിവിധ സമിതികളുടെ നേതൃത്വത്തിലുള്ള വിലയിരുത്തൽ യോഗം നടക്കുന്നുണ്ട്. അതിന് പിന്നാലെ വൈകിട്ടായിരിക്കും മുഖ്യമന്ത്രി സമ്മേളനത്തെ വീണ്ടും അഭിസംബോധന ചെയ്യുക. തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ചില തീരുമാനങ്ങൾ പ്രവാസി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവും. ആ തീരുമാനങ്ങളുടെ എന്തായിരിക്കുമെന്നാണ് പ്രവാസി ലോകം ഉറ്റുനോക്കുന്നത്. ഷബീർ, ലോക കേരള സഭയുടെ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന് ഷാർജയിൽ തുടക്കമായിരിക്കുന്നു. അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. വളരെ സുപ്രധാനമായ ചടങ്ങുകളാണ് അവിടെ പുരോഗമിക്കുന്നത്. അല്പം വൈകിയാണ് പരിപാടി ആരംഭിച്ചതെങ്കിലും വലിയ ഒരു ജനപങ്കാളിത്തം തന്നെ അവിടെ ദൃശ്യമാണ്. മുൻമന്ത്രി KC ജോസഫ്, ഒപ്പം തന്നെ മുൻമന്ത്രി കൂടിയായ PJ ജോസഫ് അടക്കമുള്ള പ്രമുഖരെല്ലാം പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. MC നാസറിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ MC നാസർ, പരിപാടി അല്പം വൈകിയാണ് തുടങ്ങിയതെങ്കിലും ഇപ്പോഴും വലിയ ആൾക്കൂട്ടം, വലിയ ജനപങ്കാളിത്തം അവിടെ ദൃശ്യമാണ്. മുഖ്യമന്ത്രിയുടെ
പ്രസംഗത്തിൽ മറ്റെന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്? പ്രത്യേകിച്ച് NRI ബാങ്ക് അടക്കമുള്ള NRI അത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങളും അദ്ദേഹം നടത്തുകയുണ്ടായി. അതിനോടൊക്കെ എങ്ങനെയാണ് പ്രവാസികളുടെ ഒരു പ്രതികരണം? തീർച്ചയായിട്ടും പിണറായി വിജയനെ കേൾക്കാൻ വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വലിയൊരു ജനസമൂഹം തന്നെയാണ് ദുബൈയിൽ തടിച്ചുകൂടിയിരിക്കുന്നത്. അവർ മണിക്കൂറുകളായി കാത്തു നിൽക്കുകയായിരുന്നു. ഒടുവിൽ 9:30 മണിയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിൽ എത്തേണ്ട താമസം നൂറുകണക്കിന് ആളുകളാണ് മുദ്രാവാക്യം വിളികളിലൂടെ മുഖ്യമന്ത്രിയെ എതിരേറ്റത്. മാത്രമല്ല എല്ലാ അർത്ഥത്തിലും കേരളത്തിന്റെ കൂടെ നിലയുറപ്പിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന ഒരു നിശബ്ദ പ്രഖ്യാപനം കൂടിയാണ് ഈ ജനാവലി കേരള മുഖ്യമന്ത്രിക്ക് നൽകിയത്. അതോടൊപ്പം തന്നെ അറബ് സമൂഹം നമ്മോട് കാണിക്കുന്ന ഈ ആദരവ് നിലനിർത്തണമെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു പ്രത്യുപകാരം ആ സമൂഹത്തോട് നാം നിരന്തരം ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ ഫുജൈറ ഭരണാധികാരി, അതോടൊപ്പം തന്നെ അബുദാബിയിലെ വിവിധ നേതാക്കൾ അവരുമായി നടത്തിയ കൂടിക്കാഴ്ചകൾ, അതിന്റെ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കേരളത്തിന്റെ പ്രളയത്തെ നേരിടാനുള്ള നമ്മുടെ നീക്കങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പിന്തുണ ലഭിച്ചിട്ടില്ല എന്ന് കൂടി പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നാട്ടിൽ അല്ലാത്തത് കൊണ്ട് പിന്നെ ചില കാര്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്താൻ സാധ്യമല്ല എന്ന അർത്ഥത്തിൽ കേരളത്തിലെ സംഭവ വികാസങ്ങളെക്കുറിച്ചും കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തെക്കുറിച്ചുമുള്ള വളരെ കൃത്യമായിട്ടുള്ള ചില ഓർമ്മപ്പെടുത്തൽ കൂടി മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഷബീർ തന്നെ സൂചിപ്പിച്ചതുപോലെ പിന്നെ വനിതാ പിന്നെ പ്രവാസി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക വിങ്ങിന് രൂപം നൽകാൻ, നോർക്കയ്ക്ക് ചുവടെ ആ വിങ്ങിന് രൂപം നൽകാനുള്ള ഒരു തീരുമാനം, അതോടൊപ്പം തന്നെ ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവാസികൾക്ക് കുറെ കൂടി അനുകൂലമായിട്ടുള്ള ഒരു സൗകര്യപ്രദമായിട്ടുള്ള കേന്ദ്രം തുടങ്ങാനുള്ള തീരുമാനം, ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അതിനെ പ്രവാസി സമൂഹം വലിയ തോതിലാണ് അതിനെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നാടിന്റെ പുനർനിർമ്മാണവുമായി മുന്നോട്ട് എല്ലാ അർത്ഥത്തിലും വളരെ ശക്തമായി തന്നെ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന ഒരു പ്രഖ്യാപനം കൂടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പിന്നെ ഇവിടെ ഈ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതിന് പ്രവാസ ലോകത്തിന്റെ എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണയും വേണമെന്ന് പിന്നെ മുഖ്യമന്ത്രി വീണ്ടും ആവശ്യപ്പെടുകയാണ്. നാളെ വൈകിട്ട് നടക്കുന്ന ലോക കേരള സഭയുടെ സമാപന സമ്മേളനത്തിൽ കുറെ കൂടി പ്രവാസികൾക്ക് ഉപകരിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ നടത്തും. അല്പം മുമ്പാണ് ഇവിടെ ഒരു സൗജന്യ കോൾ സെന്റർ ലോകത്ത് എവിടെ നിന്നും കേരളത്തിലെ നോർക്കയിലേക്ക് വിളിക്കാൻ സൗജന്യമായി ഒരു മിസ്ഡ് കോളിലൂടെ ബന്ധപ്പെടാനുള്ള ഒരു അവസരം, അതിനുള്ള ഒരു കോൾ സെന്ററിന്റെ പ്രഖ്യാപനം നടന്നു. അതോടൊപ്പം തന്നെ നോർക്കയുടെ പുതിയ വെബ്സൈറ്റിന്റെ പ്രഖ്യാപനം ഇവിടെ നടന്നു. ഏതായാലും പ്രവാസികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെ നടത്താൻ തന്റെ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് എന്ന കൃത്യമായിട്ടുള്ള ഒരു സന്ദേശം കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഈ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ നടത്തുന്നത്. ഷബീർ, ലോക കേരള സഭയുടെ പശ്ചിമേഷ്യൻ മേഖലാ സമ്മേളനത്തിന് പ്രഥമ സമ്മേളനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയാണ്. സുപ്രധാനമായ പല കാര്യങ്ങളും അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി. ഒപ്പം ഏറ്റവും പ്രധാനമായി UAE വൈസ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് റാഷിദ് ബിൻ മക്തൂം അദ്ദേഹം കേരളം സന്ദർശിക്കുമെന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഉറപ്പും അദ്ദേഹം നൽകി. വിശദാംശങ്ങൾ നൽകിയത് MCA നാസറാണ്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചു വരുന്ന വിവിധ പദ്ധതികൾ സാധാരണ പ്രവാസികൾക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് പ്രമുഖ വ്യവസായി ഡോക്ടർ രവി പിള്ള. ദുബൈയിൽ ലോക കേരള സഭാ സമ്മേളനത്തിന് സംബന്ധിക്കാനെത്തിയ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു. വളരെ കൂടുതലായിട്ട് പ്രയോജനം ഇത് സാധാരണക്കാർക്കാണ് ഇതിൻ്റെ നേട്ടങ്ങൾ കൂടുതലും. അപ്പം ഏറ്റവും കൂടുതൽ ഡിവിഡൻഡ് സ്കീം അത് വളരെ നല്ലതാണ്. ലാൻഡ് വേണമെങ്കിൽ 60%, 40% ഗവൺമെൻറ് സബ്സിഡി അല്ലെങ്കിൽ ലോൺ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള സഹായങ്ങൾ. മറ്റേ ഈ ജില്ലാതലത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ട് കളക്ടർ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റി NRIക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് സോൾവ് ചെയ്യാൻ സാധിക്കും. ഇത് സാധാരണക്കാർക്ക് വേണ്ടി ഏറ്റവും നല്ല കാര്യങ്ങളാണ് ലോക കേരള സഭ ചെയ്യുന്നത്. അതിന് പ്രധാനമായിട്ടും നമ്മൾ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയാൽ ആ ഇഷ്യൂ അപ്പം തന്നെ എത്രയും വേഗം സോൾവ് ചെയ്ത് പരിഹരിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രയോജനം. കേരളത്തിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിൽ സംസ്ഥാന സർക്കാർ ഇനിയും ഏറെ ചെയ്യാനുണ്ടെന്ന് ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സാരഥി ഡോക്ടർ KP ഹുസൈൻ ദുബൈയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നവരെ കുറച്ചും കൂടി നമ്പർ കൂട്ടുക, എന്നിട്ട് അവരെ വേണം ഇങ്ങനത്തെ പദ്ധതികൾ. നമുക്ക് ലോകത്ത് ഈ പ്രവാസികളൊക്കെ പോയി എന്തെന്തൊക്കെയോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും കേരളത്തിന് തന്നെ വികസനമായി കണ്ടൂടെ? എങ്ങനെ ദുബായ് വികസനമായി ദുബായിലുള്ള ലോകത്തുള്ള എല്ലാവരെയും കൊണ്ടുവന്ന് അവരുടെ എല്ലാവരെയും പൈസ മുടക്കിപ്പിച്ച് അപ്പോൾ അതിനുള്ള ഫെസിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന അടുത്ത ഒരു
30-40% നമ്മളെ കേരളത്തിന് എൻഹാൻസ് ചെയ്താൽ തന്നെ ഈ പ്രവാസികൾക്ക് നാളെ വരുന്ന ചാലഞ്ചസ് ഉണ്ടാവില്ല. ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഈ വർഷം കേരളം സന്ദർശിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനം. ദുബൈയിൽ ലോക കേരള സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ മുഖ്യമന്ത്രി ദുബായ് ഭരണാധികാരിയുമായി കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലാണ് ഷെയ്ഖ് മുഹമ്മദിനെ മുഖ്യമന്ത്രി കേരളത്തിലേക്ക് ക്ഷണിച്ചത്. സൗദിയിൽ ബിസിനസ് രംഗത്തും സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. 6 ലക്ഷം വനിതകൾ സൗദിയിലെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നതായി തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. സ്ത്രീ ശാക്തീകരണ രംഗത്ത് രാജ്യം കൈവരിച്ച നേട്ടം ചൂണ്ടിക്കാട്ടുന്നതാണ് ഇത്. സൗദി തൊഴിൽ സാമൂഹ്യ വികസന മന്ത്രാലയ അസിസ്റ്റന്റ് ഡയറക്ടർ നവാൽ അൽ ലുബൈബാനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യത്തെ വ്യത്യസ്ത മേഖലകളിലെ വിവിധ സംരംഭങ്ങളിലായി 6 ലക്ഷം വനിതകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരിൽ ആയിരക്കണക്കിന് പേർ നേതൃപരമായ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അവർ വ്യക്തമാക്കി. ദേശീയ പരിവർത്തന പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ ശാക്തീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു നവാൽ. തൊഴിൽ രംഗത്ത് വനിതകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ മന്ത്രാലയം നടപ്പിലാക്കി വരുന്നുണ്ട്. ഒപ്പം വനിതകളെ നേതൃനിരയിലേക്ക് ഉയർത്തുന്നതിനാവശ്യമായ പദ്ധതികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകി വരുന്നതായും അവർ പറഞ്ഞു. തൊഴിൽ മേഖലയിൽ വനിതകളുടെ കഴിവ് മികച്ചതാണെന്നും ഇത് മന്ത്രാലയം നടത്തിയ പഠനത്തിലൂടെ അവർ തെളിയിച്ചതാണെന്നും നവാൽ കൂട്ടിച്ചേർത്തു. രാജ്യത്തെ മൊത്തം തൊഴിലാളികളിൽ 19.8% വനിതകളാണെന്നും വനിതകൾക്കിടയിലെ തൊഴിലില്ലായ്മ 30% കുറഞ്ഞതായും നവാൽ അൽ ദുബൈബാൻ പറഞ്ഞു. മീഡിയ 1 ദമാം. സൗദിയിൽ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൊറോണ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ജാഗ്രതാ നിർദ്ദേശം. ഒരാഴ്ചയ്ക്കിടെ ഒരാൾ മരിക്കുകയും 24 പേർക്ക് രോഗം ബാധിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഒട്ടകങ്ങളാണ് വൈറസിന്റെ ഉറവിടമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2012 മുതലാണ് മേഴ്സ് കൊറോണ വൈറസ് പ്രചരിച്ചു തുടങ്ങിയത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് കഴിഞ്ഞ വർഷം നവംബർ വരെ 27 രാജ്യങ്ങളിലായി 2274 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. 806 പേർ മരിക്കുകയും ചെയ്തു. മരിച്ചവരിൽ 80% പേരും സൗദിയിലുള്ളവരായിരുന്നു. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് കഴിഞ്ഞ 6 വർഷത്തിനിടെ 773 പേരാണ് രാജ്യത്ത് കൊറോണ ബാധിച്ച് മരിച്ചത്. കഴിഞ്ഞയാഴ്ച വീണ്ടും സൗദിയിൽ നിരവധി പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് ആശങ്കയ്ക്കിടയാക്കിയിട്ടുണ്ട്. രോഗം ബാധിച്ചവരിൽ 65% പേരും റിയാദ് പ്രവിശ്യയിലെ വാദി അൽ ദവാസിർ നിവാസികളാണ്. ബുറൈദ, ഖമീസ്, മുഷൈത്ത് തുടങ്ങിയ സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒട്ടകങ്ങളാണ് കൊറോണ വൈറസുകളുടെ പ്രഭവ കേന്ദ്രമെന്നാണ് കണ്ടെത്തൽ. രോഗം പടരാതിരിക്കാൻ സൗദി ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒട്ടകങ്ങളും അവയുടെ ചുറ്റുപാടുകളുമായി നേരിട്ടും അല്ലാതെയുമുള്ള ബന്ധങ്ങൾ ഒഴിവാക്കണം. ഒട്ടക ഉൽപ്പന്നങ്ങളും ഒട്ടകപ്പാൽ പാചകം ചെയ്യാതെ ഉപയോഗിക്കുന്നതിലും ശ്രദ്ധ വേണം. കൊറോണ ബാധിച്ച രോഗികളുമായുള്ള സഹവാസത്തിലും ശ്രദ്ധ വേണമെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. ജമ്മു കശ്മീരിൽ സൈനിക വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ സൗദി അറേബ്യ അപലപിച്ചു. ഭീകരതയ്ക്കും തീവ്രവാദത്തിനുമെതിരെ സുഹൃദ് രാജ്യമായ ഇന്ത്യക്കൊപ്പമാണ്. ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളുടെയും ഇന്ത്യ ഗവൺമെന്റിന്റെയും ജനതയുടെയും ദുഃഖത്തിലും വിഷമത്തിലും പങ്കുചേരുന്നു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശിക്കുന്നതായും സൗദി അറേബ്യ പ്രതികരിച്ചു. കുവൈത്തിൽ മന്ത്രാലയങ്ങളിലെയും മറ്റു സർക്കാർ വകുപ്പുകളിലെയും ചെക്ക് പോയിന്റുകളിൽ നാഷണൽ ഗാർഡ് സുരക്ഷ ശക്തമാക്കി. എണ്ണ കമ്പനി ജീവനക്കാർക്ക് പുതിയ സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ചെക്ക് പോയിന്റുകളിൽ വാഹനങ്ങളുടെ വേഗപരിധിയും വാഹനങ്ങൾ തമ്മിൽ പുലർത്തേണ്ട ദൂരപരിധിയും സംബന്ധിച്ചാണ് പ്രധാനമായും നിർദ്ദേശം നൽകിയത്. ഇവിടങ്ങളിൽ നിന്ന് ആളുകളെ കയറ്റുകയോ ഇറക്കുകയോ ചെയ്യാൻ പാടില്ല. അനുമതിയില്ലാതെ ഫോട്ടോ എടുക്കുന്നതും വിലക്കിയിട്ടുണ്ട്. റേഡിയോ ഓഫ് ചെയ്യണം. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കെത്തുമ്പോൾ വാഹനത്തിന്റെ ഗ്ലാസ് തുറന്നുവെക്കണം. ചെക്ക് പോയിന്റുകളിൽ പുകവലിയും മൊബൈൽ ഫോൺ ഉപയോഗവും പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. കുവൈത്ത് ഓയിൽ കമ്പനി ജീവനക്കാർ പുറത്തേക്കും അകത്തേക്കും പ്രവേശിക്കുമ്പോഴുള്ള സുരക്ഷാ നടപടികളും ശക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1, കുവൈത്ത് സിറ്റി. 2018 ഒമാനിൽ ബജറ്റ് കമ്മി കുറഞ്ഞു. 2.7 ശതകോടി റിയാലിന്റെ കമ്മിയാണ് ഡിസംബർ അവസാനം വരെ രേഖപ്പെടുത്തിയതെന്ന് പ്രാഥമിക കണക്കുകൾ പറയുന്നു. കഴിഞ്ഞ വർഷം ജനുവരിയിൽ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ 3 ശതകോടി റിയാലായിരുന്നു പ്രതീക്ഷിത ബജറ്റ് കമ്മി. പ്രതീക്ഷയിലും ഉയർന്ന വരുമാന വർധനവാണ് ബജറ്റ് കമ്മിയിലെ ഈ കുറവിന് കാരണം. 9.5 ശതകോടി റിയാലായിരുന്നു പ്രതീക്ഷിത വരുമാനം. ഈ സ്ഥാനത്ത് 10.9 ശതകോടി റിയാലിന്റെ വരുമാനമാണ് ലഭിച്ചത്. പൊതുബജറ്റിലെ കമ്മി കഴിഞ്ഞ 3 വർഷമായി കുറഞ്ഞു വരികയാണ്. എണ്ണവിലയിടിവിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ കൈക്കൊണ്ടുവരുന്ന സാമ്പത്തിക പരിഷ്കരണ നടപടികളും ബജറ്റ് കമ്മിയിലെ കുറവിന് സഹായിച്ചു. 2014 15.2 ശതകോടി റിയാലായിരുന്നു പൊതുചെലവ്. ഇത് കഴിഞ്ഞ വർഷം 13.6 ശതകോടി റിയാലായാണ് കുറഞ്ഞത്.
എണ്ണയിതര മേഖലയിൽ നിന്നുള്ള വരുമാനം 2014 2.2 കോടി റിയാലായിരുന്നു. കഴിഞ്ഞ വർഷം 2.4 കോടി റിയാലായാണ് കൂടിയത്. 2017 അപേക്ഷിച്ച് എണ്ണയിതര മേഖലകളെല്ലാം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമാക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ ശരാശരി പണപ്പെരുപ്പ നിരക്ക് 0.88%. മീഡിയ 1 മസ്കറ്റ്. കുവൈത്തിൽ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് രാജ്യത്ത് ഗതാഗത പരിശോധനയിലോ സുരക്ഷാ പരിശോധനയിലോ ഏതെങ്കിലും വിധത്തിലുള്ള ഇളവ് നൽകില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം. ഏത് സന്ദർഭത്തിലും നിയമം അനുസരിക്കാൻ സ്വദേശികളും വിദേശികളുമായ രാജ്യനിവാസികൾ ബാധ്യസ്ഥരാണ്. ദേശീയ ദിനാഘോഷം പരിഗണിച്ച് പരിശോധനയിൽ അയവ് വരുത്തുമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചാരണം നടന്ന സാഹചര്യത്തിലാണ് അധികൃതർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയത്. വാർത്തകൾ നൽകുന്നതിന് മുൻപ് ആധികാരികത പരിശോധിക്കണമെന്ന് അധികൃതർ മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു. ഒരു കാലത്ത് കേരളത്തെ ഗ്രസിച്ച ജാതീയത ഇല്ലാതാക്കാൻ ഗൾഫ് പ്രവാസം വലിയ അളവിൽ സഹായിച്ചതായി എഴുത്തുകാരൻ ബെന്യാമിൻ. ദുബായ് ഇത്തിസാലാത്ത് അക്കാദമിയിൽ ആരംഭിച്ച ലോക കേരള സഭയുടെ ആദ്യ ദിനത്തിൽ പ്രവാസ കേരളം ഒരു മിഡിൽ ഈസ്റ്റ് അനുഭവം എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജാതീയമായ തൊഴിൽ സംവിധാനം നിലനിന്ന കേരളത്തെ മാറ്റിപ്പണിയുന്നതിൽ പ്രവാസം വലിയ പങ്കാണ് വഹിച്ചതെന്ന് ബെന്യാമിൻ പറഞ്ഞു. ജാതീയമായ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായി ദുബായ് ജോലി മാറുകയായിരുന്നു. ആശാരിപ്പണി ചെയ്യുകയോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് മാറിയിട്ട് ഗൾഫ് മേഖലയിൽ വന്നിട്ട് നമുക്ക് എന്ത് ജോലിയും അഭിമാനത്തോടു കൂടി ചെയ്യാം. നമ്മുടെ നാട്ടിൽ നിലനിന്ന ആ ജാതി വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗൾഫ് ബാച്ചിലർ താമസിയിടങ്ങളിൽ തട്ടുതട്ടുകളായി താമസിച്ചുകൊണ്ടിരുന്ന പ്രവാസികളിൽ ഒരു ജാതീയതയുമില്ല. പ്രവാസികൾക്ക് എന്ത് പ്രശ്നമുണ്ടായാലും ഏറ്റവും ആദ്യം സഹായഹസ്തവുമായി എത്തുന്നത് സഹമുറിയന്മാർ തന്നെയാണെന്നും ബെന്യാമിൻ കൂട്ടിച്ചേർത്തു. കേരളത്തെ മാറ്റിമറിച്ച പ്രവാസത്തെ വേണ്ട പ്രാധാന്യത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ലെന്ന് സംവിധായകനും പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാനുമായ PT കുഞ്ഞുമുഹമ്മദ് അഭിപ്രായപ്പെട്ടു. പ്രവാസികൾക്ക് തുണയായി നിൽക്കാനുള്ള പലവിധ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്. ഷാർജയിൽ ആരംഭിച്ച ഗൾഫ് മാധ്യമം കമോൺ കേരള പ്രദർശനത്തിൽ വൻ ജനപങ്കാളിത്തം. നാടിന്റെ കാഴ്ചകളും രുചികളും മാത്രമല്ല ഗൗരവമേറിയ ബിസിനസ് ചർച്ചകൾക്കും വേദിയാണ് കമോൺ കേരള. ഇന്നലെ ആരംഭിച്ച മേള നാളെയും തുടരും. കമോൺ കേരളയിലേക്ക് എത്തുന്നവർക്ക് ചെങ്കോട്ട കൊണ്ട് കാഴ്ചകൾ തുടങ്ങാം. എക്സ്പോ സെന്ററിൽ ഒരുക്കിയ കടൽ തീരത്ത് കാറ്റുകൊള്ളാം. തറവാട്ടുമുറ്റത്തിരുന്ന് സെൽഫി എടുക്കാം. പച്ചപ്പുള്ള തൊടികൾ കാണാം. മുന്തിരിവള്ളികൾ കായ്ച്ചോ എന്ന് നോക്കാം. വിപണന സ്റ്റാളുകളിൽ നിന്ന് ഷോപ്പിംഗ് കഴിഞ്ഞ് നേരെ ഭക്ഷ്യമേളയിലേക്ക്. അവിടെയാണ് ഏറ്റവും തിരക്ക്. വീട്ടമ്മമാർ വരെ വിഭവങ്ങൾ ഒരുക്കി മത്സരിക്കുകയാണ്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റി. പിന്നെ മറ്റേ ഫുഡുകൾ കുറേ ഉണ്ടായിരുന്നു. അതുപോലെ കുടുംബശ്രീ മറ്റു ഒരുപാട് ഫുഡ് സ്റ്റോളുകളുണ്ട്. സുനേനി മറ്റേ പാട്ടിന്റെ പ്രോഗ്രാം വളരെ നന്നായിരുന്നു. നല്ല പാട്ടുകളുണ്ടായിരുന്നു. ഗൗരവമേറിയ ബിസിനസ് ചർച്ചകൾക്ക് കാതോർക്കാൻ ബിസിനസ് കോൺക്ലേവ് ഉണ്ട്. തൊഴിലന്വേഷകർക്കായി കരിയർ ഫെസ്റ്റും CV ക്ലിനിക്കും സജീവം. കലാപ്രേമികൾക്കായി പ്രമുഖ താരങ്ങളെ അണിനിരത്തി വിവിധ കലാപ്രകടനങ്ങളുണ്ട്. എല്ലാത്തരം സന്ദർശകരുടെയും മനസ്സ് നിറച്ചാണ് കമോൺ കേരളയുടെ പ്രയാണം. വാരാന്ത്യ അവധി കൂടി എത്തിയതോടെ വൻ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് കമോൺ കേരള പുരോഗമിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷാജഹാനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ഷാർജ. കേരളത്തിൽ ടൂറിസം അല്ലാതെ മറ്റൊരു വ്യവസായത്തിനും സാധ്യതയില്ലെന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കേരളത്തിൻ്റെതായ പലതും തങ്ങളുടേതായി അവതരിപ്പിക്കുന്ന ചില അയൽ രാജ്യങ്ങൾ ടൂറിസത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ മദ്യനയം മൂലമുണ്ടായ തിരിച്ചടികൾ പരിഹരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു. കമോൺ കേരള ബിസിനസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കടകംപള്ളി. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില പ്രതിഷേധങ്ങളും ഒക്കെ വരുന്നുണ്ട് കേരളത്തിൽ. മറ്റേത് ഇൻഡസ്ട്രി വന്നാലും ഒരു കെമിക്കൽ ഇൻഡസ്ട്രിയെക്കുറിച്ച് ചിന്തിക്കാനേ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെയും നാടിൻ്റെ നന്മയെയും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം ഇൻഡസ്ട്രിയെക്കുറിച്ച് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെന്നാൽ ചില പ്രതിസന്ധികളെ പ്രയാസങ്ങളെല്ലാം നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും വന്നത് അയൽ രാജ്യങ്ങളുമായിട്ട് വർദ്ധിച്ചു വരുന്ന മത്സരമാണ്. ഇപ്പോൾ ശ്രീലങ്ക, നേപ്പാൾ, മാലിദ്വീപ് മുതലായ രാജ്യങ്ങൾ കേരളത്തിൻ്റെ തനതായിട്ടുള്ള പ്രോഡക്ട്സ്, ടൂറിസം പ്രോഡക്റ്റുകൾ അവർ കൊണ്ടുപോയി അവരുടേതാണെന്നുള്ള മട്ടിൽ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്നതായിട്ടുള്ളൊരു സ്ഥിതിയുണ്ട്. പിന്നെ നമ്മുടെ ലോകത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കുള്ള കണക്ടിവിറ്റിയുടെ പ്രശ്നം, അത് നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട സങ്കീർണമായിട്ടുള്ള പ്രശ്നമാണ്. ചില ഉൽപ്പന്നങ്ങളുടെയെങ്കിലും പുതുമ നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഹൗസ് ബോട്ടൊക്കെ ഒരു കാലത്ത് വളരെ സജീവമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ എല്ലാം ഒരു പുതുമ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്.
ഗൾഫ് മാധ്യമം കമോൺ കേരള പ്രദർശന വേദിയിൽ നിന്നും ഷിനോജ് ഷംസുദ്ദീൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷിനോജ്, ഇന്നലെ ആരംഭിച്ച കമോൺ കേരള പ്രദർശനം ഇന്ന് രണ്ടാം ദിവസം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? നേരത്തെ ഷിനോജ് സൂചിപ്പിച്ചു അവിടുത്തെ വൈവിധ്യങ്ങളെക്കുറിച്ചൊക്കെ. ഏത് തരത്തിലാണ് ഇന്നത്തെ ദിവസം നമുക്ക് കൂടുതലായി പറയാൻ സാധിക്കുക? ഷബീർ, കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ കാഴ്ചകൾ കൂടി അണിനിർത്തിയാണ് ഈ വർഷം കമോൺ കേരള പുരോഗമിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും വലിയ ഒരു ജനപങ്കാളിത്തം ഇന്നത്തെ മേളയിലുണ്ട്. എനിക്ക് തൊട്ട് സമീപമുള്ള സ്റ്റേജിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ കലാകാരന്മാരുടെ പ്രകടനം നടക്കുകയാണ്. ഇപ്പോൾ നിരവധി കുടുംബങ്ങൾ ഇത് കാണാനും ആസ്വദിക്കാനുമായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അവരിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. കാഴ്ചകളൊക്കെ കണ്ടിരുന്നോ? എന്താണ് ഏറ്റവും ആകർഷിച്ച കാഴ്ച? ഇവിടെ വൈറലായിട്ടുള്ള ആൾക്കാർ ഇതുണ്ടായിരുന്നു. എന്താണ് ഏറ്റവും ഇഷ്ടമായത്? ആണ് ഷാർജയിൽ ഗൾഫ് മാധ്യമം കമോൺ കേരള പ്രദർശനം രണ്ടാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വലിയ വൈവിധ്യവുമായിട്ടാണ് ഇത്തവണ കമോൺ കേരള പ്രദർശനം പ്രവാസികൾക്കിടയിലേക്ക് എത്തിയിരിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം, മുൻ വർഷങ്ങളെക്കാളൊക്കെ ഏറെ വലിയ ജനപങ്കാളിത്തം അവിടെ പ്രകടമാണെന്നാണ് ഷിനോജ് ഷംസുദ്ദീൻ പ്രദർശന വേദിയിൽ നിന്നും നമ്മോട് അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഷിനോജ്, തുടരാം. എങ്ങനെയാണ് ആളുകളൊക്കെ ഈ കമോൺ കേരള പ്രദർശനത്തെ സ്വീകരിക്കുന്നത്? ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇതിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഭക്ഷ്യമേളയിലാണ്. കേരളത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് കുടുംബശ്രീയുടെ ഒക്കെ സാന്നിധ്യം ഈ ഭക്ഷ്യമേളയിലുണ്ട്. അവിടെ നിരവധി ഏറ്റവും കൂടുതൽ തിരക്കും ജനപങ്കാളിത്തവും ഉള്ളത് അവിടെയാണ്. ഈ ഭക്ഷ്യമേളയിലൊക്കെ പോയിരുന്നോ? ഏത് നാട്ടിലെ ഭക്ഷണമാണ് കഴിച്ചത്? കോഴിക്കോട്. കൂടുതൽ ആളുകളും ഇപ്പോൾ ഭക്ഷ്യമേള ആസ്വദിക്കാനാണ് എത്തുന്നത്. അതോടൊപ്പം തന്നെ വളരെ ഗൗരവമേറിയ ചർച്ചകൾ നടക്കുന്ന ബിസിനസ് കോൺക്ലേവും ഇവിടെ നടക്കുന്നുണ്ട്. വിവിധ ഗൾഫിൽ തന്നെ വിജയം കൊയ്ത പല സ്ഥാപനങ്ങളുടെയും വിജയം എങ്ങനെയായിരുന്നു, അവരുടെ ബിസിനസ് മോഡൽ എങ്ങനെയായിരുന്നു എന്ന് മറ്റുള്ളവരുമായി പങ്കുവെക്കുന്ന ബിസിനസ് കോൺക്ലേവ് ഉണ്ടായിരുന്നു. അതിൽ ഇന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും പങ്കെടുത്തിരുന്നു. ഷബീർ, ഗൾഫ് മാധ്യമം കമോൺ കേരള പ്രദർശനം ഇന്നലെ ആരംഭിച്ച പ്രദർശനം ഇന്നും പുരോഗമിക്കുകയാണ്. നാളെയാണ് കമോൺ കേരള സമാപിക്കുന്നത്. വലിയ ജനപങ്കാളിത്തം തന്നെയാണ് മേളയിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. ഒപ്പം തന്നെ വിവിധ സ്റ്റാളുകളിലും കലാപരിപാടികളിലും ഒപ്പം ബിസിനസ് കോൺക്ലേവിലുമൊക്കെ വലിയ പ്രവാസി പങ്കാളിത്തം ദൃശ്യമാണ്. ഷിനോജാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകുന്നത്. റിയാദിലെ നവോദയ സാംസ്കാരിക വേദിക്ക് കീഴിൽ ചിത്രീകരിച്ച ഫോർവേഡ് എന്ന ഷോർട്ട് ഫിലിം റിലീസ് ചെയ്തു. അധ്യാപികയായ ബീന നവോദയ പ്രസിഡന്റ് ബാലകൃഷ്ണന് CD കൈമാറി പ്രകാശന കർമ്മം നിർവഹിച്ചു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഷോർട്ട് ഫിലിം. ഫൈസൽ ഗുരുവായൂർ, ഷക്കീല വഹാബ്, ഫൈസൽ കൊണ്ടോട്ടി, സക്കീർ മണ്ണാർമല, മജു അഞ്ചൽ, ഷാരോൺ ഷെരീഫ് എന്നിവർ സംസാരിച്ചു. ദമാം യുണൈറ്റഡ് FC പുതിയ സീസണിലേക്കുള്ള ജേഴ്സി പ്രകാശനം നിർവഹിച്ചു. സിറാജ് കാരക്കുടി ക്യാപ്റ്റൻ ഷംസു കണ്ണൂരിന് നൽകി ജേഴ്സി പ്രകാശനം ചെയ്തു. ഹക്കീം തെക്കിൽ, ഷമീം കാട്ടാക്കട, റഫീഖ് വെൽക്കം എന്നിവർ സംബന്ധിച്ചു. അഷ്റഫ് തലപ്പുഴ, ആഷി നെല്ലിക്കുന്ന്, റഷീദ് മാനമാറി, ഫൈസൽ എടത്തനാട്ടുകര എന്നിവർ നേതൃത്വം നൽകി. 12 ടീമുകൾ പങ്കെടുക്കുന്ന മദീന ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിന് തുടക്കമായി. വിവിധ കലാസാംസ്കാരിക പരിപാടികളോടെയാണ് ഫുട്ബോൾ മത്സരത്തിന്റെ തുടക്കം. ടൂർണമെന്റ് കിക്ക് ഓഫ് കർമ്മം അബു സമി നിർവഹിച്ചു. മദീന മിക്കാത്ത് മസ്ജിദിനടുത്തുള്ള സദ്ദം സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. പങ്കെടുക്കുന്ന 12 ടീമുകളുടെ ഘോഷയാത്രയോടെയാണ് ടൂർണമെന്റിന് തുടക്കമായത്. വിവിധ ടീമുകൾ ഘോഷയാത്രയിൽ അണിനിരുന്നു. യുണൈറ്റഡ് മദീനയെ ഘോഷയാത്രാ വിജയികളായി തിരഞ്ഞെടുത്തു. ഉദ്ഘാടനം അൽനഹാസ് മാനേജർ ജലീൽ നിർവഹിച്ചു. വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് ഷെരീഫ്, ഗഫൂർ, കബീർ മാസ്റ്റർ, ഹുസൈൻ ചോലക്കുഴി തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടന മത്സരത്തിൽ 1-3 ഗോളുകൾക്ക് റോയൽ FC സോക്കർ സിറ്റിയെ പരാജയപ്പെടുത്തി. രണ്ടാം മത്സരത്തിൽ ഗ്രൂപ്പ് എയിൽ ഏകപക്ഷീയമായ 1 ഗോളിന് AFC മദീന ഫ്രണ്ട്സ് മദീനയെ തോൽപ്പിച്ചു. നിസാർ കൊടിയത്തൂർ, മീഡിയ 1, മദീന. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കോൺഗ്രസ് മലപ്പുറത്ത് സജ്ജമാണെന്ന് DCC പ്രസിഡന്റ് VV പ്രകാശ് ജിദ്ദയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
വയനാട് സീറ്റിന്റെ കാര്യത്തിൽ മുസ്ലിം ലീഗുമായോ കോൺഗ്രസിനകത്തോ യാതൊരു തർക്കവും നിലനിൽക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ഉഭയകക്ഷി യോഗങ്ങൾ നടന്നിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ കൂടി ഉൾപ്പെടുന്ന വയനാട് സീറ്റ് സംബന്ധിച്ച് ഒരു തർക്കവുമില്ല. സ്ഥാനാർത്ഥിയാവണമെന്ന് ആർക്കും ആഗ്രഹം പ്രകടിപ്പിക്കാം, ആരുടെ പേരും ആർക്കും പ്രചരിപ്പിക്കാം. എന്നാൽ അവസാന തീരുമാനം ഹൈക്കമാൻഡിന്റേതായിരിക്കുമെന്ന് DCC പ്രസിഡന്റ് VV പ്രകാശ് പറഞ്ഞു. DCC പ്രസിഡന്റിനുള്ള റോള് താഴെ തരത്തിലുള്ള അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് അത് ഹൈക്കമാൻഡിന് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇലക്ഷൻ കമ്മിറ്റിയാണ് നടത്തുന്നത്. ഇത്തവണ ഇന്ന് വ്യത്യസ്തമായി താഴേക്കടയിലുള്ള പ്രവർത്തകരുടെ അഭിപ്രായം കൂടി സമാഹരിച്ച് നൽകണമെന്ന്, എന്നിട്ട് 3 പേരുടെ പാനൽ നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പൊന്നാനിയിൽ മികച്ച ഭൂരിപക്ഷത്തോടെ UDF സ്ഥാനാർത്ഥി വിജയിക്കും. കോൺഗ്രസും ലീഗും തമ്മിൽ ഊഷ്മള ബന്ധമാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളെല്ലാം മുന്നണിയിൽ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന പരസ്പരം മുന്നണിക്ക് പുറത്തുണ്ടായിരുന്ന കക്ഷികളുമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിച്ച് പല പഞ്ചായത്തുകളിലും അത് സ്ഥാനം രാജിവെച്ച് UDFിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ഇത് ഏതാണ്ട് 100% UDF ബന്ധങ്ങൾ പഞ്ചായത്ത് തലത്തിലും പുനഃസ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. കരിപ്പൂർ എയർപോർട്ടിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളോ ജനപ്രതിനിധികളോ ഇടപെട്ടില്ലെന്ന വാദം ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റു DCC ഭാരവാഹികൾ, OICC നേതാക്കൾ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സാദിഖ് അലി തുവൂർ, മീഡിയ 1, ജിദ്ദ.